കൊണ്ട് വേറെ ഒരു മാർഗം ഇല്ലാതെ ചെയ്തു പോയതാ. പറ്റിപ്പോയതാ എനിക്ക്. ഇതിപ്പോ ആർക്കും ഇറങ്ങിത്തിരിക്കാവുന്ന അവസ്ഥയാ. ആർക്കും ഇറങ്ങിത്തിരിക്കാം, എന്തും ഉണ്ടാക്കാം, ഓൺലൈനിൽ വിൽക്കുകയും ചെയ്യാം. അവസാനം ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ നേരെ പോലീസിന്റെ തലയിലേക്ക്. പോലീസ് ശ്രദ്ധിച്ചില്ല, ആരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ പറയാറ്. ആ, കേസിന്റെ വഴിക്ക് പോട്ടെ. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കിയല്ലേ പറ്റൂ. വരുണിനെയും രാധികയും ഞാൻ കസ്റ്റഡിയിലെടുക്കുക. എന്താ സാറേ പറയുന്നത്? ഇവരെന്ത് തെറ്റ് ചെയ്തു? നിങ്ങളിപ്പോ സംസാരിക്കുന്ന രീതി വെച്ച് ഒന്നുകിൽ ഭക്ഷണം കഴിച്ച ആള്, അല്ലെങ്കിൽ കേസെടുക്കാൻ വന്ന പോലീസ്, അതും അല്ലെങ്കിൽ ഇവിടെ അന്വേഷിക്കാൻ വന്ന ആരോഗ്യവകുപ്പ്. ഇവരാരെങ്കിലുമാണ് കുറ്റക്കാർ, അല്ലാതെ നിങ്ങളല്ല. എനിക്ക് നിങ്ങളോട് തർക്കിച്ച് ജയിക്കേണ്ട കാര്യമില്ല. ആ, ഇവരെ രണ്ടുപേരും പിടിച്ച് വണ്ടി കയറ്റും. അച്ഛാ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ടല്ലോ. ആ ബോധ്യം തന്നെ മതി ഞങ്ങൾക്ക് പുറത്തു വരാൻ. സാരമില്ല അച്ഛാ, നമ്മളിപ്പോ എത്ര പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതും അതിന്റെ ഭാഗം തന്നെയാ. ദൈവമേ, മനുഷ്യത്തില്ലാത്ത ഏതോർത്തും ചെയ്ത തെറ്റിന് എന്റെ മക്കളാണല്ലോ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. കേട്ട് ചേച്ചി, ചേച്ചി ഓല്ലേ ചേച്ചി, ചേച്ചി കൊണ്ടുപോകല്ലേ സാറ്. എന്റെ ചേച്ചി പാവ. മോളെ, അമ്മ സാറിനോട് പറഞ്ഞു കൊടുക്കമ്മ. ചേച്ചി കാരണമല്ല ഞാൻ ആദ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചേ. എല്ലാരും അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആളല്ലേ ചേച്ചി, പറഞ്ഞു കൊടുക്കമ്മ. സാറ് ചേച്ചിയെ കൊണ്ടുപോയില്ല സാറ്. ചേച്ചി അങ്ങ് മാറിക്കും മോളെ. ഒന്നും ചെയ്യില്ല മോളെ. ചേച്ചി, ചേച്ചിയെ കൊണ്ടുപോയില്ല സാറ്. ഇങ്ങോട്ട് വാ കൊച്ചേ. ചേച്ചി പറയുന്നത് കേൾക്കാം. പോണ്ട സാറ്. തെറ്റ് ചെയ്തത് അവരല്ല. ഞാൻ ഓഹോ, മുതലാളിമാർ അറസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ ശമ്പളക്കാരികൾ നടത്തുന്ന ഒരു നാടകമുണ്ട്. എന്റെ മുതലാളിയെ കൊണ്ടുപോകരുത്, വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോന്നും പറഞ്ഞു. അല്ല സാറ്, പായസത്തില് വിഷം ചേർത്തത് ഞാനാ. ആ ഫംഗ്ഷൻ നടന്ന വീട്ടിൽ വെച്ച ഞാനത് ചെയ്തത്. എന്നെ കൊണ്ടത് ചെയ്യിച്ചത് സാറാ മേഡോ. വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. സാറ്, സാറ് ഞാൻ പറഞ്ഞത് സത്യമാ സാറ്. രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യ ഇല്ലാതാക്കാൻ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചത്.
രാധികയുടെ സഹായത്താൽ ഞാൻ ഇവിടെ എത്താൻ പോലും അവരാ കാരണക്കാരി. ഞാൻ സഹായം ചോദിച്ചു വന്നതല്ല, ചതിക്കാൻ വന്നതാ. സാറാ മേഡത്തിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് നിങ്ങൾ ഒറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ രാധിക എന്റെ മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ? ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷം എന്റെ കുഞ്ഞിന് കൊടുത്തില്ലേ? അതില് ഞാൻ തോറ്റുപോയി. എല്ലാവരും എന്നോട് പൊറുക്കണം. എന്നെ കൊണ്ട് വേറെ ഒരു മാർഗം ഇല്ലാതെ ചെയ്തു പോയതാ, പറ്റിപ്പോയതാ എനിക്ക്. സാറ് കേട്ടില്ലേ സാറേ? ഭക്ഷണത്തിൽ വിഷം കലർന്ന് കേട്ടപ്പോഴേക്കും ഇത്രയും നേരം സാറ് കാണിച്ച ആവേശമുണ്ടല്ലോ, അത് സാറാ മേഡത്തിനോട് കാണിക്കാനുള്ള ചങ്കൂറ്റുണ്ടോ സാറിന്? ഉണ്ടോ സാറേ? ഉണ്ടാവില്ല. ഇവിടേക്ക് പോലും നിങ്ങളെ വേഷം കെട്ടിച്ച് വിട്ടിരിക്കുന്നത് അവരാണല്ലോ. ഇതിന് മേലെ സാറിന് ഞങ്ങളിൽ കേസെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാർ അങ്ങ് എടുക്ക്. അത് കാണേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടോളാം. ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും യൂണിഫോം പോയതിന്റെ കാരണം അന്വേഷിച്ച നിങ്ങൾ ഇത്രയും കാലവും നടന്നിരുന്നത്. പക്ഷെ തിരിച്ച് സർവീസിൽ കയറിയപ്പോ തന്നെ അതിനേക്കാളും വലിയ കൂട്ടുകെട്ടുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. എന്തിനാ സാർ ഇത്ര നല്ലൊരു ജോലി ഇങ്ങനെ നാണം കെടുത്തുന്നത്?